ഹലോ സുഹൃത്തുക്കളെ, നമ്മൾപ്പെട്ട പല ആളുകൾക്കും ബാഗ് നിർമ്മിക്കാൻ ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ നമ്മുടെ വീട്ടിലുള്ള മെഷീനിൽ ഈ ബാഗിൻ്റെ റെക്സിനുകൾ സ്റ്റിച്ച് ചെയ്യാൻ പാടാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ ബാഗ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഷീൻ സിംഗർ എന്ന് പറഞ്ഞ കമ്പനിയുടെ 591 എന്ന് പറഞ്ഞൊരു മെഷീനാണ്. അപ്പോൾ ബാഗ് നിർമ്മാണത്തിന് ഏറ്റവും ബെസ്റ്റ് മെഷീനാണ് ഈ സിംഗർ എന്ന് പറഞ്ഞ കമ്പനിയുടെ 591 എന്ന് പറഞ്ഞ മെഷീൻ. ഞാനിത് ഏകദേശം ഒരു 10 വർഷത്തിൽ കൂടുതലായിട്ട് ഇതേ മെഷീൻ തന്നെയാണ് ബാഗ് നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിന് മെയിൻ്റനൻസ് വളരെ കുറവാണ്. ഒരു മെഷീൻ വാങ്ങിയിട്ടാൽ വർഷങ്ങളോളം ഒരു കംപ്ലൈൻറ്റും ഇല്ലാണ്ട്, പിന്നെ ഇത് നോർമലി ഇതിന് വരുന്ന ചെറിയ ചെറിയ പാർട്സ് ചേഞ്ചിങ് അത്രേ വരുള്ളൂ. പിന്നെ ഇതുപോലത്തെ ഇഷ്ടംപോലെ മെഷീനുകളുണ്ട് ബാഗ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. ഈ വരുന്ന മെഷീനൊന്നും ബാഗ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, ഇതൊക്കെ തുണി തയ്ക്കുന്ന മെഷീനുകൾ തന്നെയാണ്. പിന്നീട് നമ്മൾ ഇതിൻ്റെ പ്ലേറ്റ്, സൂചി, പല്ല് ഇതുപോലെ കുറഞ്ഞ കാര്യങ്ങൾ ചേഞ്ച് ചെയ്തിട്ടാണ് ബാഗ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള മെഷീനുകളും ഇത് ബാഗ് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ പല്ല്, സൂചി, അതിൻ്റെ മെക്കാനിക്കുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ ചേഞ്ച് ചെയ്ത് തരും. എല്ലാ മെഷീനും അല്ല, ഹൈ സ്പീഡ് എന്ന് പറഞ്ഞ സെക്ഷനിലുള്ള മെഷീനുകൾ. എന്നാൽ അതിൻ്റെ ഉൾഭാഗത്തുള്ള ഷട്ടിൽ ഒരു റൗണ്ട് പോലെ ഉണ്ടാവും. ആ മെഷീന് നമുക്ക് ഇതേപോലെ ചേഞ്ച് ചെയ്തിട്ട് അത്യാവശ്യം വേണ്ടതായ രൂപത്തിൽ, ഇപ്പോൾ നമുക്ക് ചെറിയ ചെറിയ പൗച്ച്, അതുപോലെയുള്ള ജീൻസ് പോലത്തെ കട്ടി തിക്കുള്ളത് അടിക്കാൻ, അതിനൊക്കെ അത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ അപ്പോൾച്ചറി വർക്കുകൾ, കർട്ടൻ്റെ വർക്കുകൾ, സീറ്റ് കവറിൻ്റെ വർക്കുകൾ, അതുപോലെ നല്ല തിക്കായിട്ടുള്ളതൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വാങ്ങാവുന്ന ഏറ്റവും നല്ലൊരു മെഷീനാണ്. അപ്പോൾ ഞാൻ ഈ മെഷീനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള കാരണം, നമ്മളുടെ ഈ വീഡിയോസുകളൊക്കെ കണ്ടിട്ട് ആർക്കെങ്കിലും ഇതുപോലത്തെ മെഷീനുകൾ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ഈ ബാഗ് അല്ലെങ്കിൽ അതുപോലത്തെ തിക്നെസ്സായ ഫോമുകൾ, റെക്സിനുകൾ ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന മെഷീൻ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്രദമാവും. കാരണം നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇത്രയും വർഷങ്ങളായിട്ട് 591 പറഞ്ഞ മെഷീൻ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പല കമ്പനികളിലും ഇത് ഞാൻ ഉപയോഗിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇതിനെക്കുറിച്ചിട്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. നമ്മൾ വാങ്ങുന്ന ഒരു പ്രൊഡക്റ്റ് അത് നന്നാവണമല്ലോ. പ്രത്യേകിച്ച് നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും അവിഭാജ്യ ഘടകം എന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ടൂളുകളാണ്. ആ ടൂൾ ഏറ്റവും ബെസ്റ്റ് ആയിരുന്നാലേ നമ്മൾ ചെയ്യുന്ന വർക്കുകൾക്കും അതിനൊരു പെർഫെക്ഷൻ കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ചിട്ട് സംസാരിക്കുന്നത്.